ആ ചേട്ടൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ പേര് സ്ഥാപനത്തിൻ്റെ പേര്. ഞാൻ സുജാണ്, ദുബായിലാണ് സ്ഥലം. ആവിന ഡയമണ്ട്സ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. അത് ഇന്റർനാഷണൽ ഫസ്റ്റ് ഔട്ട്ലെറ്റാണ്. ഇത് വരുന്നത് സിലിക്കോൺ ഓയസിസ് ദുബായ് വരുന്ന DSO എന്ന് പറയും. ദുബായ് സിലിക്കോൺ ഓയസിസ് ആ ഏരിയയിലാണ് വരുന്നത്. ലുലു മാളുണ്ട്. ലുലു സെൻട്രൽ മാളിൻ്റെ ഉള്ളിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇത് മെയിൻലി നമ്മൾ ലാബ് ഗ്രൗണ്ട് ഡയമണ്ട്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. എൻവയോൺമെന്റലി ഇതായിട്ടുള്ള ഡയമണ്ട്സ് ആണ്. നമുക്ക് നാച്ചുറൽ ഡയമണ്ട്സിനേക്കാളും പ്രൈസ് വളരെ കുറവാണ്. ഇത് ലാബ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഓർണമെന്റ്സും ലാബ് ഗ്രൗണ്ടിൽ കിട്ടും. വലിയ സ്റ്റോൺസുകൾ കിട്ടും. നമ്മൾ ഫൈൻ ക്വാളിറ്റിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. VVS-CF എന്ന് പറയും, ഫൈൻ ക്വാളിറ്റി. അത് എക്സലന്റ് കട്ട് കൂടിയാണ്. അതിൻ്റെ സ്പാർക്കിങ് കുറച്ചുകൂടി കൂടുതലായിരുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഷോപ്പ് ദുബായിൽ ഇതാണ്. നെക്സ്റ്റ് ഇനി വരുന്നുണ്ട് കാര്യങ്ങൾ. ഇങ്ങനെ കൂടുതൽ ഷോപ്പുകളൊക്കെ എല്ലാം ഇന്ത്യയിൽ നിന്ന് വരുന്നത്. ഇന്ത്യയിൽ ഡയമണ്ട്സ് എല്ലാം രാജസ്ഥാൻ, ഗുജറാത്ത്, ആ സ്ഥലം. മെയിൻലി ഗുജറാത്ത് സൂററ്റിലാണ് ഇതിന്റെ ഡയമണ്ട്സിന്റെ പോളിഷിംഗ് കമ്പനികൾ. അവിടെ തന്നെയാണ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. ഷിബിൻ ഈ ഫീൽഡായിട്ടുള്ള ബന്ധം എന്താ, എങ്ങനെയാണ് ഇനി ഇതിലോട്ട് വന്നത്? എനിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ജ്വല്ലറി സെയിൽസ്മാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ വർക്ക് കയറിയത്. അതിനുശേഷം ഞാൻ ജെമോളജി കാര്യങ്ങളൊക്കെ ചെയ്ത് ഡയമണ്ട്സിനെ ക്വാളിറ്റി ലാബുകളിലും വർക്ക് ചെയ്തു. IG ഇന്റർനാഷണൽ ലാബുകളൊക്കെ അതിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഇത് തന്നെ നമുക്കൊരു 10-15 വർഷമായിട്ട് ഇതിൽ തന്നെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. ആ ഫീൽഡുമായിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു. ഈ UAE മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അതോ വേറെ? ഞാൻ UAE ഇന്ത്യയാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലൊക്കെ എവിടെയായിരുന്നു? ഇന്ത്യയിൽ ഞാനൊരു IG ലാബിലുണ്ടായിരുന്നു. ആലുക്കാസ് ഗ്രൂപ്പ്, ഇന്റർനാഷണൽ ഫൈമുകൾ തന്നെയായിരുന്നു. കല്യാൺ. ഇവിടെ കൂടുതൽ ആരാണ്, ഏത് ടൈപ്പ് ഗസ്റ്റുകളാണ്? ഇവിടെ എല്ലാ കസ്റ്റമേഴ്സും ഉണ്ടാവും. അത് ഇന്റർനാഷണൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂറോപ്യൻ കസ്റ്റമേഴ്സ് ഉണ്ട്, അതേപോലെ അറബിക്സ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്. മോസ്റ്റ്ലി ഇവിടെ ഇന്ത്യൻസ് ആണ് കൂടുതൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കൂടി നമുക്ക് അറബിക്സ് വരുന്നുണ്ട്. അറബിക്സ് പിന്നെ നമുക്ക് എമിറേറ്റ്സിൻ്റെ സ്റ്റാഫുകൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ്. എമിറേറ്റ്സിൻ്റെ സ്റ്റാഫുകൾ ഇവിടെ ഒരു 4 ബിൽഡിംഗ് തന്നെ അവരുടെ അത്രയധികം സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അവരിങ്ങോട്ട് വരും. ഇതിൻ്റെ മെയിൻ കോമ്പറ്റീറ്റർ ഇവിടെ കോമ്പറ്റീറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ലാബ് ഗ്രൗണ്ടിൽ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ മാളുകളിലും ഉണ്ട്. എല്ലാ മാളുകളിലും ആക്ച്വലി ഡയമണ്ട്സ് നമുക്ക് നാച്ചുറൽ ലൈനാണ് കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്ത് തുടങ്ങി. എന്നുവെച്ചാൽ നാച്ചുറലിൽ കിട്ടുന്ന ലഭ്യത കുറവ് കാരണം അത് പ്രൈസ് കൂടുതൽ. പിന്നെ ക്വാളിറ്റി ഇത്രയധികം നല്ല ക്വാളിറ്റി കിട്ടില്ല. വലിയ സ്റ്റോൺസ് വാങ്ങാൻ പറ്റില്ല. അങ്ങനെയും നമുക്ക് സാധാരണ മറ്റുള്ള ജ്വല്ലറികളിൽ ഇത് പ്രൊമോഷൻ കുറവാണ്. നാച്ചുറൽ ഡയമണ്ട് ലാബ് ഗ്രൗണ്ട് പ്രൊമോഷൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലാബ് ഗ്രൗണ്ട് തന്നെ ബ്രാൻഡുകളുണ്ട്. ആളുകൾക്ക് കൂടുതൽ അറബിക്സിന് കൂടുതൽ ലാബ് ഗ്രൗണ്ട് ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, ഇത് ബ്ലഡ് ഡയമണ്ടാണ് നാച്ചുറലി. അത് അങ്ങനെ ആൾക്കാരുടെ രക്തം വീണ സ്റ്റോണാണ്, അതുകൊണ്ട് അവരത് ഉപയോഗിക്കില്ല. അപ്പോൾ അവർക്ക് ലാബ് ഗ്രൗണ്ടാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ എത്ര അവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരും? ഇവിടെ ഞങ്ങൾക്ക് 9 hours ആണ്. അതിൽ ഒന്നാമത്തേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2 ദിവസം മാൻഡറ്ററി അല്ല, വേണമെങ്കിൽ കുറച്ചുകൂടി നിൽക്കാൻ എല്ലാ കസ്റ്റമർ അനുസരിച്ച്. ഇത് നമ്മുടെ റിറ്റെയിൽ ഷോപ്പുകളിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ജ്വല്ലറി ഫീൽഡുകളിലേക്ക് വർക്കിംഗ് ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സാറിന് വന്നൊരു 10 മണി ക്ലോസ് ചെയ്യുന്ന നേരത്ത് വന്നു കഴിഞ്ഞാൽ അയ്യോ ഞാൻ ക്ലോസ് ചെയ്യാൻ പറ്റാം. അപ്പോൾ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം അണ്ടർ UAE ലോ തന്നെയാണ്, ഉള്ള ലേബർ ലോ അനുസരിച്ച്. അതെ. ഈ അർമാവ് ഓണേഴ്സിനെ പറ്റി ഞങ്ങളുടെ മലയാളിയാണ് ആള്. പക്ഷെ ആള് 25 കൊല്ലമായിട്ട് ദുബായിലുള്ള ആളാണ്. അതിൽ നിന്നൊരു കമ്പനിക്ക് CEO ആയിരുന്നു. സ്റ്റാർട്ടിങ് ഒരു പുതിയ സംരംഭമാണ്. ഈ ബിസിനസ്സിനെ പറ്റി എന്താ പ്രൊമോട്ട് ചെയ്യാൻ എന്താ 2 ലൈൻ പറഞ്ഞാൽ എന്താ, ക്വാളിറ്റി ആണോ പ്രൈസ് ആണോ? പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പ്രിഫർ ചെയ്യുക എന്താ വെച്ചാൽ നാച്ചുറൽ ഡയമണ്ട് എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പൈസ ക്യാഷ് നിങ്ങൾ നാച്ചുറൽ ഡയമണ്ട് എടുക്കുമ്പോൾ അത്രയധികം വേസ്റ്റ് ചെയ്യാന്ന് പറയാം. എന്ന് വെച്ചാൽ നമുക്കത് അത്രയധികം ഇത് ലൈഫ് സ്റ്റൈൽ ഓർണമെൻ്റാണ്. ഇതൊരിക്കലും സേവിങ് പർപ്പസിന് വേണ്ടി ആരും വാങ്ങി വെക്കുന്ന ഒരു ഐറ്റം അല്ല ഡയമണ്ട്സ്. അപ്പം നമ്മളിത് ഉപയോഗിക്കാം, മാക്സിമം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ മാറ്റിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു നമ്മൾ 70% ബൈബാക്ക് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ലോസായിട്ട് വരികയാണ്. തിരിച്ച് നമുക്കൊരു വർഷം കഴിഞ്ഞ് പുതിയ ഡിസൈൻസ് എടുക്കാം. അപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്.
ആ നേരത്തെ നാച്ചുറൽ ഡയമണ്ട്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ സാധനം എടുക്കണമെങ്കിൽ വലിയൊരു എമൗണ്ട്, പിന്നെ ഒരു ഇഷ്ടപ്പെട്ട ഒരു നെക്ലസ് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്രയും പ്രൈസ് കൊടുക്കണ്ട. ആ നേരത്തെ ലാബ് ഗ്രൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. അതേ ക്വാളിറ്റി എല്ലാം അതേ സെയിം തന്നെ, പ്രൈസ് ആണെങ്കിൽ ഒരു 10 മടങ്ങെങ്കിലും കുറവുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മണി വേസ്റ്റ് ആവുമ്പോൾ മാറ്റിയെടുക്കാനും നിങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കാം. ഈ നെക്ലസ് ഇത് ഫങ്ഷൻസിനാണോ യൂസ് ചെയ്യുന്നത് അതോ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ഡിസൈൻസ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് ഒരു കല്യാണത്തിനാണെങ്കിൽ നോക്കി ബ്രൈഡൽ സെറ്റ് എടുക്കും. അപ്പോൾ അത് മേഖല ഫംഗ്ഷനുകൾ, പാർട്ടികൾ, മലയാളികൾക്ക് എന്താണെന്ന് വെച്ചാൽ പാർട്ടികൾക്ക് വളരെ കുറവായിരിക്കും. ഇവിടെയുള്ള അറബികൾ എനിക്കാണെങ്കിൽ അവർക്ക് കുറേ പാർട്ടികൾ അങ്ങനെ കാര്യങ്ങൾ നൈറ്റ് പാർട്ടിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊരു വൺ ടൈം പർപ്പസിന് വേണ്ടി വലിയ നെക്ലസ് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഡെയിലി പർപ്പസിനുള്ള സ്കിൻ ചെയിൻസ്, പെൻഡൻസ്, വളകൾ, എല്ലാം ബാങ്കിൾസ്, ബ്രേസ്ലെറ്റ്, അത് ഞാൻ പറഞ്ഞു കുറച്ച് കല്യാണത്തിന് എടുത്തു മാറ്റി വേറെ കുറച്ച് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് വലിയ ലോസ് വരുന്നില്ല. ഒരു 30%. നമ്മളൊരു അതിൻ്റെ പ്രോഡക്റ്റ് രണ്ടിൻ്റെ അടുത്ത് കറണ്ട് കൊടുക്കുന്ന പോലത്തെ നമുക്ക് ഏത് എല്ലാ ഫംഗ്ഷനിലും ഫ്രഷസ്റ്റ് കുറച്ച് ഷേപ്പുകൾ പറയുകയാണെങ്കിൽ ഇതിൽ വളരെ ഷേപ്പ് ആയിട്ടുള്ള സ്റ്റോൺസ് ഉണ്ടാവും. റൗണ്ട് ബ്രില്ലിൻ്റെ മാത്രമേ നിങ്ങൾക്ക് മോസ്റ്റ്ലി കാണാൻ പറ്റുള്ളൂ മറ്റുള്ള ഡയമണ്ട്സ് ജ്വല്ലറികളിൽ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 10 മേലേക്ക് ഷേപ്പുകളുള്ള സ്റ്റോൺസ് ഉണ്ട്. അത് വലിയ വലിയ സ്റ്റോൺസ് മെയിൻ സ്റ്റാർട്ടിങ് നമുക്ക് 1500 റേഞ്ച് തൊട്ട് തന്നെ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഏത് ഏജ് ഗ്രൂപ്പ് വരാം? ഇവിടെ ഏജ് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്തും ഫാമിലീസ് തന്നെയാണ് കൂടുതൽ വരാം. പ്രായമുള്ള ആൾക്കാർ അങ്ങനെയാണ് ചിലർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഒരു ഡയമണ്ട്, നാച്ചുറൽ ഡയമണ്ട് ഇടണമെങ്കിൽ പ്രൈസ് കൂടുതലുള്ളതുകൊണ്ട് കമ്മല് കാര്യങ്ങൾ നമുക്ക് നല്ല സാറിൻ്റെ മേഡത്തിലേക്ക് നല്ല 1 ക്യാരറ്റിലേക്ക് ഒരു സിംഗിൾ സ്റ്റോണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി. അപ്പം അങ്ങനത്തെ താങ്ക് യു ഷിബി ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത്. ഷിബി ഒരു ഷൗട്ട് ഔട്ടോടെ ഞങ്ങളുടെ പേര്, ലൊക്കേഷൻ, ഫോൺ നമ്പർ പറയാൻ പറ്റുമെങ്കിൽ ക്യാമറയിലുണ്ട്. ഓക്കെ ഓക്കെ ഒന്ന് ഓഫ് ചെയ്തേ. ഇത് വരുന്നത് ദുബായ് സിലിക്കോൺ ഒയസിസ് സെൻട്രൽ മാൾ, ലുലു സെൻട്രൽ മാളിലാണ് വരുന്നത്. അബീറ ഡയമണ്ട്സ് എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര്. ഫോൺ നമ്പർ 042713583. 042713583. താങ്ക് യു. Thank you so much, sir.